വരാഹി എന്ന് പറയുന്നത് സപ്തമാതൃക്കളിലെ ഒരു ദേവിയാണ്. ആദിപരാശക്തിയുടെ 7 വിഭിന്ന രൂപങ്ങളെയാണ് സപ്തമാതൃക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ദേവി മാഹാത്മ്യത്തിൽ സപ്തമാതൃക്കളുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആരാണ് സപ്തമാതൃക്കൾ? ബ്രഹ്മാണി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ട എന്നീ ദേവിമാരാണ് സപ്തമാതൃക്കൾ. സപ്തമാതൃക്കൾ 7 പേരും അതീവ ശക്തിയുള്ളവരാണ്. ദേവീ മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ഒരിക്കൽ ദേവന്മാരുമായുള്ള യുദ്ധത്തിൽ അസുരന്മാർ തോറ്റപ്പോൾ രക്തബീജൻ എന്ന അസുരൻ തൻ്റെ അക്ഷൗഹിണി പടയുമായി യുദ്ധത്തിനൊരുങ്ങി. ഇതു കണ്ട ചണ്ഡികാ പരമേശ്വരി ഒരു ശംഖനാദം പുറപ്പെടുവിച്ചു. ദേവിയുടെ തിരുവായിൽ നിന്ന് ബ്രഹ്മാണിയും, തൃക്കണ്ണിൽ നിന്ന് മഹേശ്വരിയും, അരക്കെട്ടിൽ നിന്ന് കൗമാരിയും, കൈകളിൽ നിന്ന് വൈഷ്ണവിയും, പൃഷ്ഠത്തിൽ നിന്ന് വരാഹിയും, ഹൃദയത്തിൽ നിന്ന് ഇന്ദ്രാണിയും, കാൽപാദത്തിൽ നിന്ന് ചാമുണ്ടയും ഉണ്ടായി എന്ന്. വരാഹി ദേവിയുടെ അനുഗ്രഹമുണ്ടായാൽ അഷ്ടലക്ഷ്മിമാരും അനുഗ്രഹിച്ചതിന് തുല്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നതിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും പ്രയത്നിക്കുന്നത്. എങ്കിലും പലപ്പോഴും ഈ പ്രയത്നമെല്ലാം വെറുതെയായി പോകുന്നുവെന്ന് ചിന്തിക്കാറുണ്ടോ? കടബാധ്യതകൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ കൊണ്ടും എല്ലാം മനസ്സ് വെറുത്തു പോകുന്ന, മുന്നോട്ടു പോകാനുള്ള ധൈര്യം ചോർന്നു പോകുന്നതായി തോന്നാറുണ്ടോ? ഏത് ആപത്ഘട്ടം വന്നാലും ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള മനഃശക്തി നമുക്ക് ലഭിക്കണം. അതിലൂടെ വേണം നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചുപിടിക്കാൻ. ഇനി ഒരു നിമിഷം മുന്നോട്ടു പോകില്ലെന്ന തോന്നൽ മനസ്സിൽ നിന്നും കളഞ്ഞ് ആ മനസ്സിലേക്ക് വരാഹി അമ്മയെ ചേർത്ത് പിടിക്കുക. ഏത് ആപത്ഘട്ടങ്ങളിലും മനസ്സ് തളരാതെ അമ്മയിൽ അഭയം പ്രാപിക്കുക. പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അമ്മയെ വിളിച്ചാൽ ആ നിമിഷം മുതൽ അമ്മ നിങ്ങളോടൊപ്പമുണ്ടാകും. അത്രയ്ക്കും വേഗമാണ് അമ്മയുടെ അനുഗ്രഹമുണ്ടാവുക. വരാഹി അമ്മയിൽ വിശ്വാസമുറപ്പിച്ച ഒരു ഭക്തനും ഒരാപത്തും ഒരു ദുരിതങ്ങളും വരാതെ നോക്കുന്നവളാണ് ഭക്തവത്സലയായ വരാഹി അമ്മ. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും എവിടെയായാലും നമുക്ക് വരാഹി അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ്. വരാഹി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ഈ മന്ത്രം ഉരുവിടൂ. എത്ര വലിയ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടായിക്കൊള്ളട്ടെ, എനിക്കെൻ്റെ വരാഹി അമ്മ ഉണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ഉരുവിടൂ. ക്ഷണനേരം കൊണ്ടായിരിക്കും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നത്. നമ്മുടെ ന്യായമായ സത്യസന്ധമാർന്ന ഏതൊരാവശ്യവും നിങ്ങൾക്ക് അമ്മയോട് പറയാം. 100% അതിനുള്ള ഫലമുണ്ടാകുന്നതാണ്. ഈ മന്ത്രം ദിവസവും 108 തവണ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 108 തവണ എന്നുള്ളതിന് പകരം ഏറ്റവും കുറഞ്ഞത് 7 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അത് എപ്പോഴെന്നോ ഏത് സമയമെന്നോ എന്നൊന്നും നോക്കേണ്ടതില്ല. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയുടെ കൂടെ മനസ്സിൽ ചൊല്ലാവുന്നതാണ്. ഈ കാര്യസിദ്ധി, ഫലപ്രാപ്തി എല്ലാം ക്ഷിപ്രനേരം കൊണ്ടായിരിക്കും. ഒരു ദിവസം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ആ മന്ത്രത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് മുടക്കാതെ ചൊല്ലുന്ന ഒരു മന്ത്രമായി മാറും ഈ വരാഹി മന്ത്രം. ഓരോ ദിവസവും അത് നമുക്കും കുടുംബത്തിനും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത്രയ്ക്കും സന്തോഷപ്രദമായതായിരിക്കും. ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് വരാഹി അമ്മയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ചൊല്ലാൻ. മറ്റൊരു ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് ആ സമയത്ത് കടന്നു വരാതെ ശ്രദ്ധിക്കുക. വജ്രകോശ വരാഹി നമഃ. വജ്രകോശ വരാഹി നമഃ.
नमः। वज्रकोश